പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് എസ് ഷാജിയാണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം മുൻ ആറന്മുള എംഎൽഎ കെ സി രാജഗോപാലിനെതിരെ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. ഡ്യൂട്ടിക്കിടെ തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. ഏത് സാഹചര്യത്തിലാണ് അത്തരം ഒരു പരാതിയിലേക്ക് പോയത്? ഓഫീസിലെ നേരത്തെയുള്ള സെക്രട്ടറി ആനന്ദ് കിഷോർ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള സാറ് പോകുന്ന ദിവസം ഉച്ചയോടുകൂടി ആര്യ എന്ന് പറയുന്ന ആള് ഒരു വിവരാവകാശ അപേക്ഷയുമായിട്ട് വരികയും അത് സാറിന് കൊടുക്കുകയും ചെയ്തു. ആ വിവരാവകാശ അപേക്ഷ ഉണ്ടായിരുന്ന 5 ചോദ്യങ്ങളും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ചോദ്യങ്ങൾ ഓഫീസിൽ എത്തിയ ശേഷം ഒരു 3 മണിയോടുകൂടി NRESലെ സ്റ്റാഫ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്ക് ചെയ്യുന്ന കരാർ ജീവനക്കാരൻ മഹേഷ് എന്ന് പറയുന്ന ഓവർസിയർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറുകയും, നീയാണ് ഈ അപേക്ഷ കൊടുപ്പിച്ചത്, അല്ലാതെ കോൺഗ്രസ്സുകാർക്കൊന്നും ഇങ്ങനെ ഒരു അപേക്ഷ എഴുതാനുള്ള ബോധവും വിവരവും എഴുവലില്ല, അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് രാഷ്ട്രീയം കളിച്ചാൽ തല്ല് വാങ്ങിക്കും, തല്ല് വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അത് തന്നെ പുള്ളി ഞാൻ വീട്ടിലോട്ട് പോകാൻ നേരം 5 മണിക്കും ആവർത്തിച്ചു. ഇത് NREG സംബന്ധിച്ച് ഒരു വിവരാവകാശം വന്നതിൽ ആ താൽക്കാലിക ജീവനക്കാരൻ അങ്ങനെ രോഷത്തോടെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? NREGs ബന്ധപ്പെട്ട് പിന്നെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ആരംഭിച്ച 2 വർക്കുകൾ ഇതുവരെയും തീർന്നിട്ടില്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു വർക്ക് ആരംഭിച്ചാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ തീർക്കണമെന്ന്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ്. അന്ന് ക്ലർക്കായിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? ഞാൻ അന്ന് ക്ലർക്കായിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇരുന്നപ്പോഴാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് മുടങ്ങിപ്പോയത്. ആ മുടങ്ങിപ്പോയ വർക്ക് ഒരു 6 മാസത്തിനകത്ത് തീർക്കാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടാണ് പോയത്. കെ സി രാജഗോപാൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു കാരണം എന്താണ്? മഹേഷ് എന്ന് പറയുന്ന ആൾ അവിടുത്തെ XMLAയുടെ പാർട്ടിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഒരു തട്ടുകേട് വന്നാൽ സംരക്ഷിക്കുക എന്ന രീതിയിലുള്ള ഒരു സമീപനം കൊണ്ടായിരിക്കാം അദ്ദേഹം ഇടപെട്ടത്. എന്തായിരുന്നു ഫോണിൽ അദ്ദേഹം വിളിച്ച് എന്താണ് പറഞ്ഞത്? ഇത് മെഴുവേലിയാണ്, ഇവിടെ ഇരുന്ന് രാഷ്ട്രീയം കളിച്ചാൽ ജീവനോടെ വീട്ടിൽ തിരിച്ചു പോകത്തില്ല, നിന്നെ നെടിയകാലായും മെഴുവേലിയും ഒന്നും നിനക്ക് അറിയത്തില്ല, നീ ഇവിടെ വരിക, ഞങ്ങൾ പറയുന്ന ജോലി ചെയ്യുക, അത് കഴിഞ്ഞ് ശമ്പളം വാങ്ങിക്കുക, വീട്ടിൽ പോവുക, അല്ലാതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവനോടെ കാണത്തില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ 2-ാം തീയതി തന്നെ രാത്രിയിൽ ഇമെയിലായിട്ട് പോലീസിലേക്ക് പരാതി കൊടുക്കുകയും അതിന്റെ ഹാർഡ് കോപ്പി 10 മണിക്കാണ് ഞാൻ ഓഫീസിൽ കയറേണ്ടത്, 9:45 ഇലവന്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഈ പരാതി ഇടപെടാൻ കഴിയത്തില്ല, ഇത് ഫോണിൽ കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് നിങ്ങളൊരു വക്കീലിനെ സമീപിച്ച് ആ രീതിയിൽ പോകണമെന്നൊക്കെയാണ്. അതിനകത്ത് വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ജോലി ചെയ്യുന്നതിന് സംരക്ഷണം ഒഴുക്കണമെന്ന്. ഈ പരാതി കൊടുത്ത ശേഷവും ഓഫീസിൽ വന്ന അവിടുത്തെ 8-ാം വാർഡ് മെമ്പറും പാർട്ടിയുടെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ടുള്ള വിനോദും മഹേഷും കൂടെ വന്ന് തൊട്ടടുത്ത ദിവസം 4-ാം തീയതി എന്നെ നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തുകയും ഇതേ ഡയലോഗ് തന്നെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ എന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേരിൽ പോസ്റ്ററുകൾ പതിക്കുകയും ഇപ്പോഴേ ബ്ലോക്ക് പഞ്ചായത്തിൽ മെമ്പറായിട്ടിരിക്കുന്ന ആള് അത് എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിക്കെതിരെ ഞാൻ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. CPIM നേതാവും മുൻ MLAയുമായ കെ സി രാജഗോപാൽ തന്റെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് ജീവനക്കാരോട് മാന്യമായി പെരുമാറണം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് കെ സി രാജഗോപാലിന്റെ വിശദീകരണം. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.